മൂപ്പര് ഇതൊക്കെ ഇതിനൊന്നൊരു മറുപടി പറയല്ല. അപ്പൊ പറയണേ, അപ്പൊ മുജാഹിദുകൾക്ക് റാത്തീബുണ്ട്. നമ്മളെ റാത്തീബ് എന്താ? ഏതോ ചങ്ങാതിമാര് നമ്മളെന്നെ ഇവിടെ കൃത്യമായി എതിർത്തതാണ്. മേപ്പയൂരിലോ എവിടെയോ ഏതോ ചങ്ങാതിമാര് അപ്പുറത്തുള്ള മുജാഹിദ് എന്ന് പറയുന്ന ആളുകൾ നടത്തിയ സലഫി ഫെസ്റ്റിലെ പുലിക്കളി കാണിച്ചിട്ട് മൂപ്പര് ചോദിച്ചു, എന്ത് സനദെവിടെ? ഈ റാത്തീബിന് സനദെവിടെ? നമ്മളോട് പുലിക്കളി കാണിച്ചിട്ട് സനദെവിടെ? ഇതിന് മറുപടി നന്നായിട്ട് നമ്മൾ കൊടുത്തതാണ് മൂപ്പരിക്ക്. അതുപോലത്തെ ചില നേർച്ച കൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ചില്ലേ? ഞങ്ങളെ സംഘടനയുടെ വല്ല ബാനറുണ്ടോ? അതിന്റെ മുകളിൽ ഞങ്ങളെ വല്ല ബാനറുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സലഫി ഫെസ്റ്റ് വെച്ചിട്ടല്ലേ നടത്തിയത്. എന്താ ഇത് കാണുന്ന ബാനർ? എന്താ ആ കാണുന്ന ബാനർ? ആരുടെ പേരില്ല? മാലിക് ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് ആണ്. മാലിക് ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? നിങ്ങൾക്ക്? സമസ്തക്കാരുടെ ആ ആശയമുള്ള കക്ഷികളുടേതല്ലേ? അല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ആശയപരമായിട്ട് നിങ്ങളൊക്കെ ഒന്നാണല്ലേ? നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ലേ? ഭീമാപ്പള്ളിയുടെ ഗാനമേള നടക്കുമ്പോ ബനിയനുമ്മ കാണാ എന്താ എഴുതിയിട്ടുള്ളത് നോക്കൂ നിങ്ങൾ. ഭീമാപ്പള്ളിയിൽ ഇടുമ്പോ ഘോഷയാത്രയിൽ നിങ്ങൾക്ക് ആ ബനിയനുമ്മ എന്താ എഴുതിക്കൂ നോക്കോ. ഭീമാപ്പള്ളിയിൽ നടന്ന പല രംഗങ്ങളെ സംബന്ധിച്ചും സക്കരിയ സലാഹി ഇരുമ്പുഴിയിൽ നൽകിയ മറുപടിയാണ് കണ്ടത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഈ കാണിച്ച കുറച്ച് സീനുകൾ പെട്ടെന്ന് കാണിക്കുകയാണ്. നേരത്തെ പറഞ്ഞ MICയുടെ ബാനറുള്ള ആ സ്കൂളിന്റെ പരിപാടിയുടെ ചില സീനുകൾ പെട്ടെന്ന് നമ്മളത് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല, ഉദ്ദേശിക്കുന്നതല്ല എന്ന് ആദ്യം ഇത് വരാൻ പോകുന്ന സീനുകളൊക്കെ നടന്നത് എവിടെയാണ്, ഏത് സ്റ്റേജിലാണ് നിങ്ങൾ മനസ്സിലായിക്കോ. ആദ്യം ഫാത്തിഹ ഓതിയിട്ടാണ് തുടങ്ങിയത്. അത് കാണിച്ചു കൊടുക്ക്. മതി. പിന്നീട് ഈ തവസ്സുലാക്കിയിട്ട് മഹാന്മാരുടെ പേരിലൊക്കെ ബദരീങ്ങളുടെ പേരിലൊക്കെ തവസ്സുലാക്കിയിട്ടാണ് എടുത്തത്. എന്നിട്ട് ഇനി ആ സ്റ്റേജിൽ ഇവർ കാണിക്കുന്ന രൂപങ്ങളൊക്കെ ഒന്ന് കണ്ടു. പെട്ടെന്ന് ഒരു സെക്കൻഡ് മാത്രം മതി. അടുത്തത് പോട്ടെ പെട്ടെന്ന് അടിച്ചോളൂ. നമ്മൾ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പോട്ടെ പിടിച്ചോളാം. തൊപ്പിട്ട് മൗലിയരും വന്നു. ആണ് പെണ്ണിന്റെ വേഷം കെട്ടി. പോട്ടെ കഴിഞ്ഞോ? ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ കാണിക്കാൻ ആഗ്രഹിച്ചതല്ല, ഉദ്ദേശിച്ചതുമല്ല. ഈ രൂപത്തിൽ നിങ്ങൾ ഓരോന്ന് കൊണ്ടുവരിക. ഇപ്പൊ നിങ്ങൾ പറയാൻ അപ്പുറത്തെ ഈക്കക്കാരതാണ് നിങ്ങൾക്കില്ലേ? AP വിഭാഗത്തിന്റെ ഇല്ലേ? നിങ്ങൾ സനദടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളൊരു സ്ഥാപനത്തിന്റെ സനദേ ഏതാ? മർക്കസുൽ ഹിദായ കൊമ്പം ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ സ്കൂൾ. എന്തായില്ലേ ഹെഡിങ് എന്താ അറിയോ? മകൻ ആരാവണം, തീരുമാനം ഉടനെ ആവട്ടെ. വരട്ടെ മകൻ ആരാവണം, വരട്ടെ. ഇതിൽ പല രംഗങ്ങളുണ്ട് സഹോദരന്മാരെ, നമ്മളത് ഉദ്ദേശിക്കുന്നില്ല. എന്തിനായിരുന്നു? ഇതൊരു ഡോസാണ്, ഒരു ടെസ്റ്റ് ഡോസ് പറയാണ്. ഏത് സ്ഥാപനങ്ങൾ കൊണ്ട് പൊന്നാര സുഹൃത്തുക്കൾ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ വക തോന്നിയാസങ്ങൾ എന്റെ പ്രിയപ്പെട്ട എന്റെ ബഹുമാന്യരായ സർവ്വ ശ്രോതാക്കളോടും പറയുകയാണ്, എല്ലാ മാനേജ്മെന്റുകളോടും പറയുകയാണ്. അവൻ സമസ്തക്കാരനാവട്ടെ, മുജാഹിദ് എന്ന് പേരിൽ പറയുന്നവരാകട്ടെ, ആരാവട്ടെ, എല്ലാവരോടും വിനീതമായി പറയുന്നു, നമ്മുടെ മക്കളെ നിങ്ങൾ ഈ കോലത്തിൽ തുള്ളിക്കരുത്. ഉള്ളാളത്തങ്ങൾ ഫാത്തിഹ ഓതിയിട്ട് കാണിക്കുന്നത് വരെ ഞാൻ കാണിക്കുന്നുണ്ട്. മാത്രല്ല നിങ്ങൾ മുജാഹിദീങ്ങൾ ചെയ്തതാണിത് എന്ന് വരെ മൂപ്പര് കള്ളം പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ കൃത്യമായ മറുപടി നമ്മൾ മുമ്പേ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇനിയും കാണിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു. പേരോട് കാണിപ്പിക്കണേ, പേരോട് ഇനിയും ഈ തോന്നിവാസം ഞങ്ങളെ കൊണ്ടിതാ ഇവിടെ നിങ്ങളുടെ തോന്നിവാസം ഇനിയും കാണിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇത് കാണിപ്പിക്കുന്നതിന്റെ സർവ്വ ഉത്തരവാദിത്വവും പേരോടിന് മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ചതാ. നിങ്ങളുടെ ഒരുപാട് പാട്ടും കൂത്തും ഡാൻസും നിങ്ങളുടെ പുലിക്കളിയും ചാട്ടക്കളിയും തുള്ളിക്കളിയും ഒക്കെ ഞങ്ങളുടെ കൈകളിലുണ്ട്. വെറുതെയല്ല. നിങ്ങളുടെ ഉള്ളാളത്തെ തങ്ങളില്ലേ, എന്റെ ബാപ്പന്റെ നാടാ സ്കൂൾ എന്ന് ചോദിച്ചിങ്ങാണ്ട് ഒരു മുസ്ലിം മന്ത്രിയെ ബാപ്പാക്ക് വിളിച്ച നിങ്ങളുടെ ഉള്ളാള തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യനില്ലേ? മലപ്പുറത്ത് മുട്ടിപ്പടിയിൽ ഒരു തങ്ങളൊരു ദർശനത്തിന് അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ നിൽക്കും സ്ഥലത്തൊക്കെ തെളിഞ്ഞു നോക്കിയപ്പോ
ആളങ്ങ് കൂടി. അവിടെ സ്കൂൾ കൊടുക്കൂല. നിന്റെ മാപ്പന്റെ വേണ്ട സ്കൂള്, നിന്റെ മാപ്പന്റെ വേണ്ട സ്കൂള്, ഗവൺമെന്റ് നിലവിളിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. കേട്ടില്ലേ? ആരെയോ ഒരു മന്ത്രിയോട്, വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുക, സ്കൂൾ കിട്ടാത്തപ്പോ എന്റെ ബാപ്പന്റെ നാടാ സ്കൂള്. ഏയ് ആരാണ്? ഓ സമസ്തയുടെ പ്രസിഡന്റ് ഉള്ളാള് കുഞ്ഞിക്കോയ കരുവന്തിരുത്തി തങ്ങള്. കേട്ടോ സംസ്കാരം കണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബാപ്പാക്ക് വിളിക്കുക. ഏയ് തറയ സംസ്കാരം, അങ്ങാടിയിലെ ഗുണ്ടാ സംസ്കാരം. ബാപ്പക്ക് വിളിക്കുക ഒരു മന്ത്രിയെ. നോക്കണം, നിങ്ങൾ ഇവരുടെ സംസ്കാരമാണിത്. അപ്പൊ നിങ്ങളുടെ സംസ്കാരത്തെ കുറിച്ച് ഇനി നിങ്ങൾ അധികം പറയണ്ട. അപ്പൊ നിങ്ങളിൽ നിന്ന് നിങ്ങളെല്ലാം മാറ്റിമറിച്ചിട്ട് തന്നെയാണ് പറയുക. അയാൾ ഫാത്തിഹ ഓതിയിട്ട് സർവ്വരൂപത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് അതേ സ്റ്റേജിൽ അയാളിരുന്ന് ഫാത്തിഹ ഓതിയിട്ട് തുടക്കം കുറിച്ച തെമ്മാടിത്തങ്ങൾ ഇതാ ഇനിയും കാണിക്കുകയാണ്. കാണിക്കാൻ നിങ്ങൾ പറയിപ്പിച്ചതുകൊണ്ട് ഇനിയും കാണിക്കേണ്ടി വരികയാണ്. ഇതിന്റെ സനത് ഉള്ള ആൾ തങ്ങൾ ഓരോരുത്തർക്ക് പാർസലാക്കിയിട്ട് ഓരോ ഡാൻസ് ആണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. കണ്ടോളൂ, ഫാത്തിഹ ഓതിയിട്ട് ആ സ്റ്റേജിൽ വെച്ച് നിങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തം കാണിക്കണമെന്ന് വിചാരിച്ചതല്ല, മുമ്പേ വിശദീകരിച്ചത് കൊണ്ട് ഞങ്ങൾ അതൊക്കെ എടുത്തു വെച്ചതാണ്. പക്ഷേ അടിതരൂ എന്ന് പറഞ്ഞുകൊണ്ട് വടി തരാനാണ് പേരോട് ഇനിയും ഭാവമെങ്കിൽ പിടിച്ചോ, കണ്ടോ, മറുപടി പറഞ്ഞോ, കേട്ടോ. ಆದಿವೈ ಅಬ್ದುಲ್ಲಾ ಕುನಿ ಅವರು ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಮಾಜಿ ಉನ್ನತ ಶಿಕ್ಷಣ ಸಚಿವರಾದ ಸನ್ಮಾನ್ಯ ಶ್ರೀ ಬಿ ಎಂ ಮೊಯ್ದೀನ್ ಅವರು, ಪ್ರೊಫೆಸರ್ ಎಂ ಬಿ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಅವರು, ಉಳ್ಳಾಲ ಕ್ಷೇತ್ರದ ಜನಪ್ರಿಯ ಮಾಜಿ ಶಾಸಕರಾದ ಜನಾಬ್ ಯು ಪಿ ಖಾದರ್ ಅವರು ನಮ್ಮೊಟ್ಟಿಗೆ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا وفقنا من القرآن العظيم إلى حضرات أرواح الأبطال الأولاد بكلهم خاصة وإلى روح صاحب المقام والكرامات السيد محمد الشريف المدني قدس الله تعالى سره الأبطال الأولاد بكلهم خاصة وإلى روح صاحب المقام إلى حضرات أرواح الأبطال الأولاد بكلهم خاصة إلى حضرات أرواح കണ്ടില്ലേ? ഇതൊന്നും കാണിക്കാൻ കൊള്ളൂല. ഇയാള് പറയിപ്പിക്കേണ്. ഇനിയും വേണമെങ്കിൽ പറഞ്ഞോ, തരാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ എടുത്തു വെച്ചതാ. ഈ തോന്നിവാസം ചെയ്തിട്ട് എന്നിട്ട് നമ്മളോട് പറയാണ് സ്വന്തം നേതാവ് ചെയ്തു കൊടുത്തിട്ട് അവിടെ ഇരുന്ന് ഫാത്തിഹ നേർന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇതിലേക്കൊന്നും ഒരു ഭാഗമാക്കല്ലാത്ത മുജാഹിദ് പ്രസ്ഥാനത്തോട് പറയണത് നിങ്ങൾ നടത്തിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വിഭാഗം ആരായിന്റെ പിതാക്കളി എന്നൊക്കെ നമ്മുടെ പ്രസംഗത്തിൽ മുമ്പേ തെളിവുദ്ധരിച്ച് പറഞ്ഞതാണ്. നമ്മുടെ മക്കൾ ഇസ്ലാമിന്റെ മക്കളായി വളരണം. സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും സ്റ്റേജുകളിൽ നടഞ്ഞാടുമ്പോ അതിലേക്ക് നമ്മുടെ മക്കളെ ഒരിക്കലും പറഞ്ഞേക്കരുതേ. മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഒരു വാർഷികങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള സംഗതികൾ അത് ചെയ്യാൻ പാടുള്ളതല്ല. ഏത് വിഭാഗത്തോടായാലും പറയുകയാണ്, ഈ ഉള്ളവന്റെ ബാധ്യത നിർവഹിക്കുകയാണ്. ഒരു നിലക്കും ഇത്തരത്തിലുള്ള സംഗതികൾ ഒരു മാനേജ്മെന്റും ചെയ്യരുത്. അത് മുജാഹിദുകൾ നടത്തുന്ന സ്ഥാപനമായാലും ജമാഅത്തുകാർ നടത്തുന്നതാണെങ്കിലും സമസ്തക്കാർ നടത്തുന്നതാണെങ്കിലും തബ്ലീഗുകാർ നടത്തുന്നതാണെങ്കിലും ഇസ്ലാം അനുവദിച്ചതാണോ ഈ നിലക്കുള്ള ഈ സംസ്കാരം?
ഇങ്ങനെ ആണും പെണ്ണും ഒന്നിച്ച് ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസ് ആടലും കുച്ചിപ്പുടിയും അതേപോലെ തന്നെ പല രൂപത്തിലുള്ള നൃത്യങ്ങളും ഹാവഭാവങ്ങളും അഭിനയങ്ങളും പലരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ എന്തിനാ ഉമ്മമാരെ വിട്ടുകൊടുക്കുന്നത്? നമ്മുടെ മക്കളെ എന്തിനാ വേഷം കെട്ടിക്കുന്നത്? ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണോ? അള്ളാഹു നമുക്ക് നൽകിയ കണ്ണുകൊണ്ട്, അള്ളാഹു നമുക്ക് നൽകിയ കാതുകൊണ്ട്, അള്ളാഹു നൽകിയ അവയവങ്ങൾ മുഖേന പടച്ചതമ്പുരാനെ ധിക്കരിക്കാൻ വേണ്ടി അത് സ്കൂളിന്റെ വാർഷികമായാൽ ഹലാലാണെന്ന ഫത്വയുണ്ടോ? ആരും ഇത് ചെയ്തു പോകരുത്. സർവ്വ മനുഷ്യരോടുമാണ് പറയുന്നത്, സർവ്വ മുസ്ലിമീങ്ങളോടുമാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് അവരുടെ സംസ്കാരം അവർ ചെയ്തോട്ടെ, നമുക്ക് ഈ സംസ്കാരം ചേർന്നതല്ല. കണ്ടിട്ടില്ലേ പലരും അതാ കുട്ടികൾക്ക് ധാരാളം പൈസയും കാശുമൊക്കെ കൊടുത്തിട്ട് ടൂർ എന്ന പേരിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഒരേ വാഹനത്തിൽ അങ്ങനെ യാത്ര ചെയ്ത് പലയിടങ്ങളിലും പോയി നനഞ്ഞാടി കുളിച്ച് തിമർത്ത് വരുന്നില്ലേ? തീം പാർക്കുകളിൽ പോയി നനഞ്ഞാടുവാനും ഒരുമിച്ച് കഴിയാനും അതേപോലെ തന്നെ പല രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റഡി ടൂർ എന്ന പേരിലും പല പേരിലുമൊക്കെ സമുദായത്തിൽ പലരും ചെയ്യുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കക്ഷിഭേദമില്ലാതെ എന്റെ സർവ്വശ്രോതാക്കളോടും ഈ ഉള്ളവൻ വിനീതമായി പറയട്ടെ, ഈ രൂപത്തിലുള്ള സംസ്കാരങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഒരു മാനേജ്മെന്റും അതിന് തയ്യാറാവരുത്, ഒരു മാനേജ്മെന്റും അതിന് തയ്യാറാവരുത്, ഒരു മാനേജ്മെന്റും അതിന് തയ്യാറാവരുത്. അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. അള്ള തന്നതല്ലേ ഈ നിഅമത്ത്, അള്ള തന്നതല്ലേ ഈ മക്കളെ. അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ പാടാൻ, ആടാൻ, ആടിക്കൊഴയാൻ, കൊഞ്ചിക്കൊഴയാൻ, ശരീരം പ്രദർശിപ്പിക്കാൻ, ശരീരത്തിലെ അവയവങ്ങളിട്ട് കുലുക്കി കാണിക്കാൻ ഇസ്ലാം അനുവദിച്ചതാണോ? ഇതെന്തിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്? അള്ളാഹുവിനെ തന്നെ സത്യം, ഇത് ദീനല്ല കേട്ടോ, ഇത് അനിസ്ലാമികമാണ് കേട്ടോ, ഇത് ഇസ്ലാമിന് നിരക്കുന്ന പരിപാടിയല്ല എന്ന് എന്റെ എല്ലാ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മളോട് സനത് എവിടെ, ഇത് നിങ്ങൾ നടത്തിയതല്ലേ എന്നൊക്കെ ചോദിച്ച് പറയിപ്പിക്കേണ്ട നിങ്ങൾ.